ഹായ് സ്റ്റുഡൻറ്റ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 13 വിൻഡോ വ്യൂ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ യു ഷുഡ് ബി ഏബിൾ ടു സീ ദ ഓതേഴ്സ് ഒബ്സർവേഷൻ ഓഫ് സ്മോൾ ചിൽഡ്രൻസ് സാഡിസം. സ്മോൾ ചിൽഡ്രൻ്റെ സാഡിസത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. സാഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയിൽ സുഖം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിലും വിഷമങ്ങളിലും സുഖം കണ്ടെത്തുന്നതിനെയാണ് സാഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഓതർ ഗീവിങ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ വ്യൂ ഓഫ് എ ബെർസറിയിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കുറച്ച് വ്യൂസാണ് ഇതിലൂടെ ഓതർ നമുക്ക് ഷെയർ ചെയ്തിരുന്നത്. ഹിയർ ഓതർസ് ഓൾസോ സജസ്റ്റ് ദാറ്റ് ഗ്രീഫ് ആൻഡ് ഹ്യൂമിലിയേഷൻ ഓഫ് ദ പാസ്റ്റ് വിൽ ബി മിറ്റിഗേറ്റഡ് ബൈ ടൈം. അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിലെ വിഷമങ്ങളും വേദനകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ മാറിപ്പോവും എന്നും ഇതിലൂടെ പറയുന്നു. അതും റോബർട്ട് ലിൻഡിൻ്റെ തന്നെയാണ്. Born at Belfast in 1879, after his education at Queen's College, Belfast, he became the professional journalist where he soon made his mark under the pseudonym YY. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. YY എന്ന് പറയുന്ന സ്യൂഡോനെയിം അല്ലെങ്കിൽ തൂലികാനാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജേർണലിസം അല്ലെങ്കിൽ ഇതൊക്കെ എഴുതിയിരുന്നത്, കഥകളൊക്കെ റൈറ്റിങ്ങുകളൊക്കെ എഴുതിയിരുന്നത് പത്രത്തിൽ. ഹി റോട്ട് സെവറൽ ഇയേഴ്സ് ദ മിഡിൽ ആർട്ടിക്കിൾ ഓഫ് ദ ന്യൂ സ്റ്റേറ്റ്സ്മാൻ. അപ്പോൾ അതുപോലെ ന്യൂ സ്റ്റേറ്റ്സ്മാനിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലേറ്റർ ഹി ബിക്കെയിം ദ ലിറ്റററി എഡിറ്റർ ഓഫ് ന്യൂ ക്രോണിക്കലിൻ്റെ ലിറ്റററി എഡിറ്ററായി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഹി ഡൈഡ് ഇൻ 1949, 1949 അദ്ദേഹം മരിക്കുന്നത്. ലിൻഡി ബിഗിൻസ് ഹിസ് എസ്സേ വിൻഡോ വ്യൂ വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ദ പ്ലഷേഴ്സ് ഓഫ് ലുക്കിംഗ് ഔട്ട് ഓഫ് വിൻഡോ. നമ്മളൊരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് അല്ലേ. പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ട് അനുഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സന്തോഷകരമായ അനുഭവമാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഹി ഗോസ് ഓൺ ടു സേ ഹൗ ചൈൽഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് ബസ് വിൻഡോ. അപ്പോൾ ബസ്സിൻ്റെ വിൻഡോയിലൂടെ ഒരു ഗേൾ ചൈൽഡ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് നോക്കുമ്പോൾ ഗ്രേറ്റ്ലി എൻജോയ്ഡ് ദ സൈറ്റ് ഓഫ് ബോംബ് ഡാമേജ്ഡ് ബിൽഡിംഗ് ഓഫ് ലണ്ടൻ. ബോംബുകൾ പൊട്ടിച്ച് അല്ലെങ്കിൽ ബോംബ് ഡാമേജ് ചെയ്തിട്ട് ബിൽഡിംഗ് ഒക്കെ അവരെ ആസ്വദിക്കുന്നു. ദിസ് മേക്സ് ലിങ്ക് passed on to the general subject how children have an element of sadism in them. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ മനസ്സുകളിലും ഒരു തരം സാഡിസമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഈ വീണ് പോകുന്നതും പൊട്ടിപ്പോകുന്നതായിട്ടുള്ള സാധനങ്ങളോടൊക്കെ എന്ത് ചെയ്യുന്നത്, വളരെ സന്തോഷപൂർവ്വം അവർ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത്. എ ക്വാളിറ്റി ഫ്രം വിച്ച് ഗ്രോൺ അപ്പ് ഓൾസോ ആർ നോട്ട് ഫ്രീ. അതുപോലെ വലിയ ആൾക്കാരും ഇതിൽ നിന്ന് ഫ്രീ അല്ല അല്ലേ. പൊട്ടിയ കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ഡാമേജ് വരുന്നതും അതുപോലെ എന്താണ് പറയുക, അപകടങ്ങൾ വരുന്നതൊക്കെ മനുഷ്യന്മാർ കാണാറുണ്ട്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് എൻജോയ്മെൻറ്റ് നേടുക എന്ന് പറയുന്ന ഒരു മാതിരി ഉള്ള ഒരു സാഡിസാണ്. വി ഡിലൈറ്റ് ഇൻ സീയിങ് ദ സീൻസ് ഓഫ് ക്രൂവൽറ്റി ഓഫ് ആൻഷ്യൻ ടൈംസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ക്രൂവൽറ്റീനെ പറ്റിയിട്ടുള്ള ഹിറ്റ്ലറുടെയോ അല്ലെങ്കിൽ മുസോളിനിൻ്റെയൊക്കെ ക്രൂവൽറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല രാജാക്കന്മാരുടെയൊക്കെ ക്രൂവൽറ്റീനെ പറ്റിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമുക്കത് വളരെ കൗതുകത്തോടെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുമ്പോഴോ അല്ലെങ്കിൽ അത് മ്യൂസിയത്തിൽ കാണുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഹ്യൂമൻ മോൺസ്റ്റേഴ്സ് ഓഫ് ഡിസ്റ്റൻറ്റ് പാസ്റ്റ് വിൽ ഓഫൺ സ്ട്രൈക്ക് അസ് ജസ്റ്റ് കോമിക്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിലെ മോൺസ്റ്റേഴ്സ് ആളുകളൊക്കെ പേടിപ്പിച്ച്, ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ പേടിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ അത് ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ അതൊരു കോമിക് കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നില്ലേ. വലിയ മോൺസ്റ്റേഴ്സ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോമിക് കഥാപാത്രമാണ്. ഈവൻ ദ ട്രാജഡീസ് ഓഫ് അവർ ഓൺ ഇയർലി ലൈഫ് വി റീകോൾഡ് ടു അവർ മൈൻഡ്സ് വിത്ത് എ സർട്ടൻ ഡിഗ്രി ഓഫ് അമ്യൂസ്മെൻറ്റ് ഓർ പ്ലഷർ. പല ട്രാജഡികളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ട്രാജഡികളും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് അല്ലേ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും വിഷമകരമാണ് ഓരോ ട്രാജഡികളും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതോടുകൂടെ കഴിഞ്ഞുപോയി അല്ലെങ്കിൽ അതോടുകൂടെ തീർന്നുപോയി എന്നൊക്കെ വിചാരിക്കുന്ന ഇതായിരിക്കും. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാജഡിയൊക്കെ എന്താണ്, എത്ര വലിയ വിഷമങ്ങളാണെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്കതൊരു കോമഡി ആയിട്ടാണ് പിന്നീട് തോന്നുന്നത്. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റിയത് നമ്മൾ എന്ത് ചെയ്യും, വളരെ കോമിക്കായിട്ടായിരിക്കും മറ്റുള്ള ആൾക്കാരോട് പറയും അല്ലേ. അങ്ങനെ പോയി വലിയ ബൈക്കിൽ നിന്ന് തെറിച്ച് പോയി, പറന്നു പോയി എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ആ സമയത്ത് നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. അത് ആ കാലഘട്ടം കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഒരു അമ്യൂസ്മെൻറ്റോടുകൂടി, ഒരു പ്രഷറോടുകൂടി ആയിരിക്കും. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അല്ലെ പ്രശ്നങ്ങളെല്ലാം ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടത് വെറും കഥകളായിട്ട് മാറും. പ്ലഷേഴ്സ് തരുന്ന ഒരു കഥകളായിട്ട് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അനുഭവിക്കുന്ന കാലത്ത് മാത്രമേ ഇത്തരത്തിലുള്ളൊക്കെ വിഷമങ്ങൾ ഉള്ളൂ. ഇത് കഷ്ടപ്പാടിലും ദുരിതത്തിലൊക്കെ ജീവിച്ച ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ വലിയ പൈസയിലൊക്കെ ആൾക്കാരും അല്ലെങ്കിൽ വലിയ വലിയ നിലകളിലൊക്കെ എത്തിയ ആളുകൾ തങ്ങളെ കഷ്ടപ്പാടുകളൊക്കെ ഒരു വളരെ പ്ലഷറബിളായ രീതിയിലായിരിക്കും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല.
ഗ്രീഫ് ആൻഡ് ഹ്യൂമിലിയേഷൻസ് ഓഫ് ദ പാസ്റ്റ് ആർ മിറ്റിഗേറ്റഡ് ബൈ ടൈം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലം കഴിയും തോറും ഈ വിഷമവും അതുപോലെ ഈ അപമാനങ്ങളൊക്കെ നമ്മൾ ഹ്യൂമിലിയേഷൻ മീൻസ് എന്താണ് ഡീഗ്രഡേഷൻ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറും, ലഘൂകരിച്ച് പോകും. അപ്പോൾ നമുക്ക് ഓർക്കാനുള്ള, രസിക്കാനുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള വെറും കഥകളായിട്ട് ഇവ മാറും എന്നാണ് റോബർട്ട് ലിൻഡ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിന്നീട് എന്താവുക, അതൊരു കഥകളായിട്ട് മാറുക. ദീസ് എസ്സേസ് എബൌട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഭാവിയിലൊരു കഥയാവാൻ പോകുന്നതാണ്, ഭാവിയിൽ വളരെ അമ്യൂസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കഥയാവാൻ പോവുകയാണ് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് എസ്സേ ഈസ് എബൌട്ട് ദ കീൻ ഒബ്സർവേഷൻ ഓഫ് റൈറ്റർ ഹിംസെൽഫ്. ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂറിങ് ഹിസ് ട്രാവൽ ഇൻ ലണ്ടൻ ബസ്സിലാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. എ കപ്പിൾ വിത്ത് ദർ ഡോട്ടർ സീം ടു ഓക്കുപ്പൈ ദ സീറ്റ് വിച്ച് വാസ് ഓപ്പോസിറ്റ് ടു ലിൻഡ്. അപ്പോൾ ലിൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ കപ്പിൾസാണ് ഇരിക്കുന്നത്, ഒരു കുട്ടിയുണ്ട്, അവർക്ക് പെൺകുട്ടിയുണ്ട്. ദ സ്മോൾ ഗേൾ ഹാഡ് ബീൻ എക്സ്പോസ്ഡ് ടു സീ ത്രൂ ദ വിൻഡോ. അപ്പോൾ ഈ സ്മോൾ ഗേൾ എന്താണ്, ഈ വിൻഡോയിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ്. എക്സ്പോസ്ഡ് ടു സീ ത്രൂ ദ വിൻഡോ. ദ സ്മോൾ ഗേൾസ് അഡ്മിറേഷൻ വാസ് വെൽ നോട്ടീസ്ഡ് ആൻഡ് റിമാർക്ക്ഡ് ബൈ ദ റൈറ്റർ. അപ്പോൾ ഈ റൈറ്റർ ഈ സ്മോൾ ഗേളിൻ്റെ ദ സ്മോൾ ഗേൾസ് അഡ്മിറേഷൻ വാസ് വെൽ നോട്ടീസ്ഡ് ആൻഡ് റിമാർക്ക്ഡ് ബൈ ദ റൈറ്റർ. ഈ അദ്ദേഹം റോബർട്ട് ലിൻഡ് ഈ ഒരു കുട്ടിയുടെ എന്താണ് ഈ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഈ വണ്ടറൊക്കെ അദ്ദേഹം ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ കാണുകയാണ് വളരെ കൗതുകത്തോടെ. ദ വിൻഡോ വ്യൂ ഓഫ് സ്മോൾ ഗേൾ കൈൻഡിൽഡ് ലിൻഡ് ടു ബ്രിങ് ഔട്ട് നോട്ട് ഓൺലി ദ മെമ്മറബിൾ പ്രഷർ ഓഫ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ ബട്ട് സാഡിസം ഇൻ ചിൽഡ്രൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയും അതുപോലെ തന്നെ ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും. ലിൻഡ് എംബാർക്ക്ഡ് ഓൺ ദ എസ്സേ ബൈ ഗിവിംഗ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ വ്യൂ ഓഫ് ബർസറി. ഇപ്പോൾ ഈ ബർസറിയിൽ കൂടെ പോകുന്ന വ്യൂവിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. വിൻഡോ ഓഫ് ദ ട്രാം ഓർ ബസ്, ട്രാമാണ് അല്ലെങ്കിൽ ബസ്സിനും ട്രാം എന്നൊക്കെ പറയും. ദ വിൻഡോ ഓഫ് ട്രെയിൻ, അതുപോലെ ട്രെയിനിൻ്റെ വിൻഡോ വിച്ച് നെവർ സാറ്റിസ്ഫൈഡ് എനി ഐ. ആരുടെയും കണ്ണുകൾക്ക് അത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഒന്നും അത് കൊടുക്കുന്നില്ലെങ്കിലും he depicted the girl's immense pleasure and enthusiasm overpowered to imagine the fall of a heavy rain as a snowstorm, and the excitement plunged her to look in a new range of vision. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ കൗതുകകരമാണ്. അപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇമ്മൻസ് പ്ലഷർ, അദമ്യമായ സന്തോഷമാണ് കുട്ടിയിൽ, എന്തൂസിയാസം അതുപോലെ ആഹ്ലാദമാണ് കുട്ടിയിൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുട്ടി ഇമാജിൻ ചെയ്യുന്നത്. ഹെവി ആയിട്ടുള്ള റെയിൻ, അതുപോലെ സ്നോ സ്റ്റോമൊക്കെ ആ കുട്ടി ഇമാജിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് കുട്ടിയുടെ മുഖത്ത് കാണുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ലിൻഡ് എക്സ്പ്ലെയിൻ ദ പത്തറ്റിക് ആൻഡ് അൺപാർഡനബിൾ ആക്ഷൻ. ഇപ്പോൾ അക്ഷന്തവ്യമായ, ക്ഷമിക്കാൻ പറ്റാത്ത വളരെ സഹതാപകരമായിട്ടുള്ള ചില കാര്യങ്ങളും ലിൻഡ് ഇതിൽ പറയുന്നുണ്ട്. ആക്ഷൻ ബൈ വിച്ച് ടൈഫോയിഡ് ഫീവർ ഹാഡ് ബീൻ സ്പ്രെഡ്. ടൈഫോയിഡ് ഫീവർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ബൈ വിച്ച് ദ കാർട്ട് ടേക്സ് ഓഫ് വാട്ടർ ടു സെൽ ഔട്ട് ഇമ്മ്യൂൺ ഫ്രം ദ ജേംസ് ഓഫ് ടൈഫോയിഡ് ഫിയർ. അപ്പോൾ ഈ കാർട്ടുകളിൽ വെള്ളം കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു, ഈ ടൈഫോയിഡ് ഫിയറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. Moving on to fiction mode, Linde showed relations of the neighbors who passed to the personality of the characters portrayed by Charles Dickens. അപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിനെ പറ്റിയിട്ടുള്ളൊരു പരാമർശം അദ്ദേഹം ഇതിൽ നൽകുന്നുണ്ട്. നെയ്ബേഴ്സിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ ചാൾസ് ഡിക്കൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. വേർ ദ പീപ്പിൾ സീം ഓർഡിനറി വെൻ വ്യൂഡ് ത്രൂ ഓൾഡർ ഐ. അപ്പോൾ പഴയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ ആളുകളെല്ലാം എന്താണ്, ഓർഡിനറി ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് സീം ഫ്രം the inside window of an individual, people appeared as the character portrayed by Charles Dickens. അപ്പോൾ ചാൾസ് ഡിക്കൻസ് ഓരോരോ ക്യാരക്ടറിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ക്യാരക്ടറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉള്ളിൽ അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. ഈ എക്സ്പ്ലെയിൻഡ് വിച്ച് ഗിയർഡ് ദ ഗേൾ ടു ക്രൈ ഔട്ട് വിത്ത് ഡിലൈറ്റ് മമ്മി ലുക്ക് ഡാമേജ്. അമ്മേനെ വിളിച്ചിട്ട് ആ കുട്ടി പറയാണ് ബസ്സിൻ്റെ അടുത്ത് ഇരുന്നിട്ട്, എന്താണ് ആ ഡാമേജ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞത് നോക്കുക. ദിസ് മെയ്ഡ് ലിൻഡ് ഫീൽ റിമോഴ്സ്. അപ്പോൾ ലിൻഡിനാകെ ഒരു വേദന തോന്നി. ഫോർ വിച്ച് ഈസ് ടേംഡ് ദ ലിറ്റിൽ ഗേൾസ് ആറ്റിറ്റ്യൂഡ് ഓഫ് അഡ്മയറിങ് ഡിസ്ട്രക്റ്റീവ് ബിൽഡിങ് ആ സാഡിസം ഇൻ ഹെയർ. അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആ കുട്ടിയിലുള്ള ഒരു സാഡിസമാണിത് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ആ ഒരു ഡാമേജ് ആയിട്ടുള്ള വസ്തുക്കളെ കാണുമ്പോഴുള്ള പ്രഷർ എന്ന് പറയുന്നത്. ഹിയർ വി കുഡ്
ഫൈനലി ഇൻ മൂവിങ് ഇൻ ടു സൈക്കോളജിക്കൽ നോഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള നോഷനും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദ റൈറ്റർ എക്സ്പ്ലെയിൻഡ് ദ സബ് റൂട്ട് ഓഫ് സാഡിസം വിച്ച് ഇൻഹെറിറ്റഡ് ഇൻ ചിൽഡ്രൻ ഫ്രം ഇൻഫാൻസി ലൈക്ക് നോക്കിംഗ് ഡൗൺ ദ പ്ലേസ് പാലസസ് ഓഫ് വുഡൻ ബ്രിക്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം മുതൽ തന്നെ ഈ സാഡിസത്തിൻ്റെ ചില എലമെൻറ്റുകൾ കുട്ടികളിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എന്താണ് നോക്കിംഗ് ഡൗൺ, ഈ എന്താണ് വുഡൻ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ച പാലസുകളൊക്കെ തട്ടിപ്പൊളിച്ചിടുക, കളിക്കോപ്പ് വസ്തുക്കൾ കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ടിയറിങ് പേജസ്, അതുപോലെ ബുക്കുകളിൽ നിന്ന് പേജുകളൊക്കെ വലിച്ചു കീറി കളയുക, അങ്ങനെ ക്ലോക്ക് പീസസ് ആൻഡ് ദാറ്റ് പെർട്ടൈനിങ് ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ ഇതേപോലെ ക്ലോക്ക് പീസുകളൊക്കെ എന്ത് ചെയ്യുക, വലിച്ചെടുക്കുക, അതുപോലെ കുട്ടികളെ എല്ലാ സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ ഡാമേജ് ആവുന്നതിൽ അവർക്കൊരു പ്രഷർ അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാഡിസം എന്ന് പറയുന്നത്. Admitting the fact, Lindy suggests that when the past became real to the present, the hatred which instills as residue in human mind. ഇപ്പോൾ എന്താണ് അദ്ദേഹം ഒരു സത്യാവസ്ഥ എന്ത് ചെയ്യാണ്, അഡ്മിറ്റ് ചെയ്യാണ്, എന്താണ് അംഗീകരിക്കുകയാണ്. എന്താ പറയുന്നത്, ലിൻഡി സജസ്റ്റ് ദാറ്റ് വെൻ ദ പാസ്റ്റ് ബിക്കം റിയൽ, പാസ്റ്റ് യഥാർത്ഥത്തിൽ റിയൽ ടു ദ പ്രസൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഹേട്രഡ് എല്ലാം എന്തായി മാറും, റെസിഡ്യൂ പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ലിൻഡി മെയ്ഡ് ഔട്ട് റെഫറൻസ് ഫ്രം സർട്ടൻ ഹിസ്റ്റോറിയൻസ് ആൻഡ് പ്ലേസസ് ലൈക്ക് ക്രോംവെൽ. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്ലേസുകളെ പറ്റിയിട്ടും അതുപോലെ ചില ഹിസ്റ്റോറിയനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ക്രോംവെല്ല്, അതുപോലെ കൊളേഷ്യം ഇൻ റോമിലെ കൊളേഷ്യം, മിസ്റ്റർ ബെർണാഡ് ഷായിനെ പറ്റി, ബ്ലൂ ബേർഡ്, അതുപോലെ ഹെൻറി എയ്ത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കൺഫേംഡ് ദാറ്റ് സം മേഴ്സിഫുൾ നേച്ചർ വിച്ച് പ്രൊട്ടക്ട് പീപ്പിൾ ടു ആക്ട് ലൈക്ക് റബ്ബർ നെക്സ് വേർ different emotions lies in people, for which he gives example that people will run to see fire and the man whose house is on fire. ഇപ്പോൾ ഒരാളുടെ വീടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ ആരെൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരിതാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്, നമ്മളെ അമ്മയ്ക്കാകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞ പോലെയുള്ളൊരു കാര്യമാണ് പറയുന്നത് അദ്ദേഹം. എന്താണ്, പിന്നെ മറ്റുള്ളവരുടെ വീടിന് തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി എന്ത് ചെയ്യും, എത്തും അല്ലേ. പക്ഷേ അയാൾക്ക് മാത്രമാണ് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അയാളും ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളും ഇതേപോലെ തന്നെ എന്താവും, മറ്റുള്ളവരുടെ പോലെ തന്നെ ആയി മാറും. ലാറ്റിൻ സെൻറ്റൻസിൽ പറയുന്നുണ്ട് അല്ലേ. ആൻഡ് ഏനിയാസ് ദ പൈവോട്ടൽ ക്യാരക്ടർ ഇൻ വിജിൽസ് എപ്പിക്സ് ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലേ. വിജിൽസിൻ്റെ എപ്പിക്കിലാണ് ഏനിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഒരു സൈക്കോളജിസ്റ്റാണ്. ഇത് എക്സാമ്പിൾ ആൻഡ് എക്സാമ്പിൾ ഓഫ് ലാഫ്റ്റർ ഫ്രം ചൈൽഡ്ഹുഡ് ഹ്യൂമിലിയേഷൻ ഓഫ് ഡിക്കൻസ് ഹാവ് ബീൻ ബിഫിറ്റഡ് ഓൺ ദ നോട്ട്. അപ്പോൾ ചാൾസ് എന്താണ് ഡിക്കൻസിൻ്റെ നോവലിലുള്ളൊരു കഥാപാത്രമാണത്. ഹെൻസ് ബൈ കൺക്ലൂഡിങ് ദ എസ്സേ ഹി സജസ്റ്റ് ദാറ്റ് ഗ്രീഫ് ആൻഡ് ഹ്യൂമിലിയേഷൻ ഓഫ് ദ പാസ്റ്റ് വിൽ ബി മിറ്റിഗേറ്റഡ് ബൈ ടൈം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ എന്താണ് സങ്കടങ്ങളും അതുപോലെ പിന്നെ ഹ്യൂമിലിയേഷൻസും ഡീഗ്രഡേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാതായിട്ട് മാറും. അതൊക്കെ ഒരു കഥകൾ പോലെ നമ്മൾ പിന്നീട് ഓർത്തെടുക്കും, ചിലപ്പോൾ ചിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ സന്തോഷിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ബെർണാഡ് ഷാ ആരാണ്, ബ്ലൂ ബേർഡ്, ഹെൻറി ഫോർത്ത് ആരാണ്, അതൊക്കെ പറയുന്നുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ റോബർട്ട് ലിൻഡ് റോഡ് സെവറൽ ഇയേഴ്സ് ഇൻ ദ മിഡിൽ ആർട്ടിക്കിൾ ഓഫ് ദി, ഏതിലാണ് റോബർട്ട് ലിൻഡ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഏതിലാണ്, ന്യൂ സ്റ്റേറ്റ്സ്മാനിലാണ് റോബർട്ട് ലിൻഡ് എഴുതിയിട്ടുള്ളത്. അതുപോലെ അടുത്തത് രണ്ടാമത് എന്താണ്, ദ എസ്സേ ഈസ് അബൌട്ട് കീൻ ഒബ്സർവേഷൻ ഓഫ് ദ റൈറ്റർ ഹിംസെൽഫ് ഡ്യൂറിങ് ഹിസ് ട്രാവൽസ് ഇൻ, അത് ലണ്ടനാണല്ലോ, ലണ്ടൻ ബസ്സിലാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത മൂന്നാമത്തെ, ദ ഓദർ ഡെപ്പിക്റ്റഡ് ദ ഗേൾസ് ഇമ്മൻസ് പ്ലഷർ ആൻഡ് സാഡിസം അല്ലേ, ഗേൾസിൻ്റെ സാഡിസ് അല്ല, എന്തൂസിയാസം. ഇനി നാലാമത്തെ എന്താണ്, ലിൻഡ് സജസ്റ്റ് ദാറ്റ് വെൻ പാസ്റ്റ് ബിക്കം റിയൽ ദ പ്രസൻറ്റ് ഡാഷ് വിച്ച് ഇൻസ്റ്റിൽസ് റെസിഡ്യൂ ഇൻ, എന്താണ്, ഹേട്രഡാണ് മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് ഒരു അപക്ഷിപ്തം പോലെ കിടക്കുന്നത്. അതുപോലെ ലിൻഡ് സജസ്റ്റ് ദാറ്റ് ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് ദ പാസ്റ്റ് വിൽ ബി മിറ്റിഗേറ്റഡ് ബൈ ടൈം, എന്താണ് ഹ്യൂമിലിയേഷൻസും അതുപോലെ പിന്നെ എന്താണ് ഗ്രീഫ് ആൻഡ് ഹ്യൂമിലിയേഷൻ, ഗ്രീഫും ഹ്യൂമിലിയേഷനും ആണ് പറയുന്നത്. ലിൻഡ് അതിന് ട്രൂ ഓർ ഫാൾസ് ആണ്. ലിൻഡ് എംബാർക്ക്ഡ് ദ എസ്സേ ആൻഡ് ഗിവിംഗ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ വ്യൂ ഓഫ്, അതൊക്കെ ട്രൂ ആണ്. ദ വിൻഡോ വ്യൂ ഓഫ് ദ സ്മോൾ ഗേൾ കണ്ടിൽഡ് ലിൻഡ് ടു ബ്രിങ് ഔട്ട് ദ സാഡിസം ഇൻ ചിൽഡ്രൻ, അതും അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ദാറ്റ് പീപ്പിൾ സീം ഓർഡിനറി വെൻ വ്യൂഡ് ത്രൂ ഓൾഡർ ഐ ബട്ട് സീം ഫ്രം ദ ഇൻസൈഡ് വിൻഡോ.
അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ലിൻഡി സ്റ്റേൺലി ടേംഡ് ദ ലിറ്റിൽ ഗേൾസ് ആറ്റിറ്റ്യൂഡ് ഓഫ് അഡ്മയറിങ് ഡിസ്ട്രക്റ്റീവ് ബിൽഡിംഗ് ആ സാഡിസം. സാഡിസമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഗേൾസിൻ്റെ ആറ്റിറ്റ്യൂഡിന്. ദ ട്രാജഡീസ് ഓഫ് അവർ ഓൺ ഏർലി ലൈഫ് ആർ റീകോൾഡ് ടു അവർ മൈൻഡ്സ് വിത്ത് സെർട്ടൻ ഡിഗ്രി ഓഫ് അമ്യൂസ്മെൻറ്റ് ആൻഡ് പ്ലഷർ. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അമ്യൂസ്മെൻറ്റും പ്ലഷറൊക്കെ ആയിട്ട് തോന്നും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇൻ സാഡിസം ഇൻ ഹിയർ മെൻഷൻഡ് റോബർട്ട് ലിൻഡ്. സാഡിസം എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ്. റൈറ്റർ എക്സ്പ്ലെയിൻ ദ സബ് റൂട്ട് ഓഫ് സാഡിസം വിച്ച് ഇൻഹെറിറ്റഡ് ദ ചിൽഡ്രൻ ഫ്രം ഇൻഫാൻസി ലൈക്ക് നോക്കിംഗ് ഡൗൺ ദ പ്ലേസസ് ഓഫ് വുഡൻ ബ്രിക്സ്, ടിയറിംഗ് പേജസ് ഔട്ട് ഓഫ് പ്രഷ്യസ് ബുക്സ്, പുള്ളിംഗ് ക്ലോക്ക് പീസസ് ആൻഡ് അതർ പെർട്ടൈനിങ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹൗ ഡസ് ലിൻഡ് ഫീൽ വെൻ ദ ലിറ്റിൽ ഗേൾ എക്സ്ക്ലൈംസ് ദ എക്സൈറ്റ്മെൻറ്റ് ബൈ വാച്ചിങ് ദ ബോംബ് ഡാമേജ്ഡ് ബിൽഡിംഗ് ഓഫ് ലണ്ടൻ. ബോംബ് ഡാമേജ് ആയിട്ടുള്ള ബിൽഡിംഗ് കാണുമ്പോൾ എന്താണ്? ദിസ് മേക്സ് ലിൻഡ് പാസ് ഓൺ ടു ജനറൽ സബ്ജക്റ്റ് ഹൗ ചിൽഡ്രൻ ഹാവ് എലമെൻറ്റ് ഓഫ് സാഡിസം ഇൻ ദൻ. അല്ലേ, സാഡിസം അവരുടെ ഉള്ളിൽ എങ്ങനെയുണ്ട്. അതുപോലെ ക്വാളിറ്റി ഫ്രം വിച്ച് ഗ്രോൺ അപ്പ് ആർ ഓൾസോ നോട്ട് ഫ്രീ. നമ്മൾ വലിയ ആളുകളാകുമ്പോഴും അത് നമ്മൾ ഫ്രീ ആവുന്നില്ല. അതുപോലെ ഇനി അടുത്തത് എന്താണ്? വൈ ഡസ് ലിൻഡി കമ്പയർ ദ പീപ്പിൾ ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് നോവൽ ചാൾസ് ഡിക്കൻസുമായിട്ട് അദ്ദേഹം ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതുപോലെ വിൻഡോ വ്യൂവിനോട് കൂടെ ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് സോഫ്റ്റ്വെയറിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതുപോലെ ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.